ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇംഗ്ലീഷാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് LKG ക്ലാസ്സിലെ നമ്മുടെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വിത്ത് ദ കറസ്പോണ്ടിങ് സ്മോൾ ലെറ്റേഴ്സ്. അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ അതിന്റെ സ്മോൾ ലെറ്റേഴ്സുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ക്യാപിറ്റൽ എ സ്മോൾ എയിലേക്ക്, ക്യാപിറ്റൽ ബി സ്മോൾ ബിയിലേക്ക്, ക്യാപിറ്റൽ സി സ്മോൾ സിയിലേക്ക്, ക്യാപിറ്റൽ ഡി സ്മോൾ ഡിയിലേക്ക്, ക്യാപിറ്റൽ ഇ സ്മോൾ ഇയിലേക്ക് ഇങ്ങനെ മാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ സ്മോൾ എയും അതുപോലെ എവിടെ വരെയാണോ പഠിപ്പിച്ചേക്കുന്നത് അവിടെ വരെയും അറിഞ്ഞാൽ മാത്രമായിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ ആൽഫബറ്റ്സ്. ഈ ആൽഫബറ്റ്സ് അറേഞ്ച് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡി ആണ്. ADCEB ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ അറേഞ്ച് ചെയ്തിപ്പിക്കുക, അറേഞ്ച് ചെയ്ത് എഴുതാം. അതെന്ന് വെച്ചാൽ ABCDE ഇങ്ങനെ അവരത് അറേഞ്ച് ചെയ്ത് എഴുതണം, അത്രേ ഉള്ളൂ അത്. അടുത്തത് റൈറ്റ് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫ്രം A to I വരെ എഴുതാം. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C, D, E, F, GHI. നിങ്ങളുടെ കുട്ടീനെ എത്ര സ്പെല്ലിംഗ് വരെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അതുവരെയായിരിക്കും ചോദിക്കുന്നത്. അതുവരെ എഴുതിയാൽ മതി കേട്ടോ. ഇനി അതിൻ്റെ താഴെ സ്മോൾ ലെറ്റേഴ്സ് എവിടെ വരെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അവിടെ വരെ കുട്ടികൾ എഴുതണം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററും എഴുതണം, സ്മോൾ ലെറ്ററും എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർക്കിൾ ദ കറക്റ്റ് ലെറ്റർ. കറക്റ്റ് ലെറ്റർ സർക്കിൾ ചെയ്യുക. ഫിഷിന്റെ കറക്റ്റ് ലെറ്റർ ഏതാ? F. ആപ്പിളിന്റെ A, കാറിന്റെ C. ഇങ്ങനെ കറക്റ്റ് ലെറ്റർ അവര് സർക്കിൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ സെയിം ലെറ്റർ. അതായത് H കൊടുത്തിട്ടുണ്ട്, ആ സെയിം ലെറ്റർ ഐഡന്റിഫൈ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്യാനോ ടിക്ക് ചെയ്യാനോ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ അവര് ചെയ്തു കൊടുക്കണം. മിസ്സുമാര് ക്വസ്റ്റ്യൻ പറഞ്ഞു തരും, അപ്പൊ ആൻസർ അവരതുപോലെ ചെയ്താൽ മാത്രം മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ആൻഡ് സർക്കിൾ ദ ലോവർ കേസ് ലെറ്റർ. അതായത് ക്യാപിറ്റൽ A ആണെങ്കിൽ അതിന്റെ സർക്കിൾ ലോവർ കേസ് സ്മോൾ a ആണ്. അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് സർക്കിൾ ചെയ്യാം. അടുത്തത് D, B ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് സർക്കിൾ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ ചോദിക്കുന്നത്. അത് പക്ഷെ അവര് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തത് മാച്ച് ദ കറക്റ്റ് ബിഗിനിങ് ലെറ്റർ. കറക്റ്റ് ബിഗിനിങ് ലെറ്റർ മാച്ച് ചെയ്യാനാണ്. ഇപ്പൊ ആരോയാണിത്, ആരോയുടെ ബിഗിനിങ് ലെറ്റർ എന്ന് പറയുന്നത് A ആണ്. ഇതൊക്കെ മിസ്സുമാരെ അവരെ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഒന്നും പഠിപ്പിക്കാതെ ഒന്നും ഇരിക്കൂല, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അവർ അറിഞ്ഞിരിക്കണം. ഫിഷിന്റെ F ആണ്, ക്യാറ്റിന്റെ C. അപ്പൊ അവരത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തത് സർക്കിൾ ദ ഓഡ് വൺ. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് സർക്കിൾ ചെയ്യാം. D അല്ലേ ഓഡ് വൺ. അടുത്തത് C, അടുത്തത് E. ഇങ്ങനെ ഓട് വൺ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എല്ലാം സെയിം ആണ്, ഇത് മാത്രമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നുള്ളൂ. അതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് മാത്രം സർക്കിൾ ചെയ്യാനായിട്ട് അവർ പഠിക്കണം. അടുത്തത് റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റർ. ഇതിൽ മിസ്സിംഗ് ലെറ്റർ എഴുതാനായിട്ടാണ്. ഏതൊക്കെയാണ്? B, C, D കഴിഞ്ഞാൽ E, F കഴിഞ്ഞാൽ G, അടുത്തത് H, I, സ്മോൾ ലെറ്ററിൽ B, C കഴിഞ്ഞാൽ D, F, G, H, I. അങ്ങനെ അത് എഴുതി കൊടുക്കണം അവര്. അടുത്തതെന്ന് പറയുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് അവരെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് എന്തായാലും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് അവർ ചോദിക്കും, ഓറൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും, അത് അവർ പറയണം. അപ്പൊ ഏകദേശം ഈ മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമാട്ടോ വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് കുട്ടികളെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഒരു 2-3 വട്ടം സ്പെല്ലിങ് മാറ്റി അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. എന്നാലാണ് അവരത് പഠിക്കത്തുള്ളൂ. അപ്പോൾ ഓണം എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. മാത്രമല്ല ഉടനെ തന്നെ അടുത്ത EVS, മാത്സ്, മലയാളം ഇതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്.